ഹായ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഒരു ഉറക്കമൊക്കെ ഉറങ്ങിയിട്ടാ. സംഭവം അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ ഫുഡ് നല്ല വിശപ്പായതുകൊണ്ട് ഫുഡ് കഴിച്ച സമയത്ത് വീഡിയോ എടുക്കുന്ന കാര്യമേ ഞാൻ മറന്നുപോയി. നമ്മളെല്ലാവരും മറന്നുപോയി. ഫുഡൊക്കെ കഴിച്ച് എല്ലാമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ആലോചിച്ച് അയ്യോ വീഡിയോ എടുത്തില്ല എന്നുള്ള കാര്യം. അപ്പം നമ്മളിപ്പോൾ ലൊക്കേഷനിലോട്ട് പോവുകയാണ് കേട്ടോ. അവിടെ കുറച്ച് പരിപാടികളുണ്ട്. ലൊക്കേഷനിലുള്ള വീഡിയോകളൊന്നും കാണിച്ചു തരത്തില്ല, നമുക്കത് എടുക്കാനുള്ള അനുമതിയില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് പോകുന്ന കാഴ്ചകൾ കാണിച്ചു തരാം, അവിടെയുള്ള കാഴ്ചകളൊന്നും കാണിച്ചു തരാൻ പറ്റൂല. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളതാ നമ്മുടെ ഇമ്രാൻ റെഡിയായിട്ട് ഇരിപ്പുണ്ട്. അതന്നെ അതാ പൊറോട്ടയുടെയും ചിക്കൻ്റെയും അതൊത്തിരി കഴിയുമ്പോൾ അങ്ങ് തീരുന്നതായിരിക്കും. ഓക്കെ, വി ആർ വെയിറ്റിംഗ് ഫോർ വെഹിക്കിൾ അല്ലേ ഗൈസ്. നമ്മൾ രാവിലെ വന്ന വണ്ടിയാണെന്ന് തോന്നുന്നു. അതിവിടെ കിടപ്പുണ്ട്. അല്ല അങ്ങനെയല്ലടാ, ചവിട്ടി തേച്ച് ഫ്ലാഷ് അതിൻ്റെ അകത്ത് കൂടെ ഉള്ളടാ അത്. ഓ അണ്ണ അതിൻ്റെ അകത്തുണ്ട് കേട്ടോ. അണ്ണാനല്ലടാ പൊട്ട അണ്ണേ. പോലാമാ പോലാമേ ഉള്ളേ ഉള്ളേ. അണ്ണ ഇവിടെ തന്നെ കിടന്ന. ആ ഇത് വേണോ? വേണ്ട. അപ്പോൾ സുഹൃത്തുക്കളെ, ആ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ലൊക്കേഷൻ. അത് ഓട് കമ്പനിയാണ്. ഈ പാലം കയറി അപ്പുറത്ത് ചെല്ലുന്ന നമ്മുടെ ലൊക്കേഷനിലോട്ടാണ്. നമ്മൾ ഇതിനു മുമ്പ് ഞാൻ പ്രീ ഷൂട്ട് വീഡിയോ ചെയ്തായിരുന്നു, അത് കണ്ടവർക്ക് മനസ്സിലാവും. ഇവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. നമുക്ക് ലൊക്കേഷനിലെ ഉള്ളിലൊക്കെ നമുക്ക് കുറച്ചൊക്കെ വീഡിയോ എടുക്കാൻ പറ്റും. പക്ഷേ ഷൂട്ടും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം ഞാൻ ബിഹൈൻഡ് ദി സീൻ BTS ഇടുന്നതായിരിക്കും. ഞാൻ എന്തായാലും ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കും. നമുക്ക് സിനിമ റിലീസായതിന് ശേഷം നമുക്കത് ചാനലിൽ അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന വീഡിയോസൊക്കെ എടുത്ത് എല്ലാവരെയും കാണിച്ചു തരാനുള്ള പരിപാടി ചെയ്യാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. പക്ഷേ ഇവിടെയുള്ള ഫുള്ള് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. നോക്കാം, എടുക്കാൻ പറ്റുന്നത് എടുക്കാം, കാണിക്കാൻ പറ്റുന്നത് മാത്രം കാണിക്കാം. കോഫി കുടിക്കാൻ പോവാം. എനിക്ക് കോഫി കണ്ടെത്തി വെള്ളം കിട്ടും, അതല്ലേ കുടിക്കുന്നുള്ളൂ. അപ്പം വെള്ളം കുടിക്കാൻ വരുന്ന ഒരു എടാ കുടിയുള്ളൂ. ലൊക്കേഷൻ്റെ തൊട്ടടുത്ത് തന്നെ, ലൊക്കേഷൻ്റെ എന്ന് പറഞ്ഞാൽ ഈ ഓട് കമ്പനിയുടെ തൊട്ടടുത്ത് തന്നെ നല്ല അതിമനോഹരമായിട്ടുള്ള ഒരു പുഴയാണ് കേട്ടോ. എന്താണ്? മൂന്നില കുറച്ചില്ലേ? എന്താണ് മാറ്റമില്ലേ? നല്ല മാറ്റമുണ്ട്. ചെറുതായല്ലോ. നിങ്ങൾക്ക് ടാറ്റു കൈ ആക്കണ്ടേ? ഫാറ്റി കൈ വേണ്ടെന്നല്ലേ പറഞ്ഞേ? 4-5 കിലോ പറഞ്ഞു. കട്ടിങ്സ് ആക്കി പാക്കൊക്കെ ഞാൻ വെളി കൊണ്ടുവന്നു. Say hi. Hi. Not in the frame. Frame ഒക്കെ വരും.
ഓക്കെ. ട്രെയിനിങ് സ്റ്റേറ്റ് സ്റ്റാൻഡ്. സുഹൃത്തുക്കളെ ഇതാണ് എന്താണ് നമുക്ക് ഒന്നുകൂടെ റീടേക്ക് എടുക്കാം കുറച്ചായിട്ട്. ഹായ് ഹലോ ഹലോ. This is the first time you see. I am not serious. Thank you. I will be very fine. Very fine. Hello. Come. Yes. ഈ ടീംസ് ബാംഗ്ലൂരിൽ നിന്നുള്ള ഫൈറ്റേഴ്സാണ്. അവർ ഇന്നാണ് ഇവിടെ വരുന്നത്. അവർ പ്രീ ഷൂട്ടിന് ഇല്ലായിരുന്നല്ലോ, അപ്പോൾ അവർക്ക് കൊറിയോ പറഞ്ഞു കൊടുക്കുകയാണ് മാസ്റ്റർ. അന്ന് നമ്മൾ പ്രീ ഷൂട്ട് ചെയ്ത വീഡിയോ കാണിച്ചിട്ട് അവർക്ക് നല്ല രീതിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. കേരള അസോസിയേഷൻ ആണ് പറയേണ്ട ട്രെയിനിങ് സ്റ്റേജ്. എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ. അപ്പോൾ സുഹൃത്തുക്കളെ എടാ പക്ഷെ അത് ലാർജ് അല്ലല്ലോടാ, സൈസ് മാറിയിട്ടുണ്ട്. ഇല്ലല്ല, അതെന്തോ സൈസിന് പറ്റിയിട്ടുണ്ട്. ഗജനിട്ടപ്പോ വലിപ്പുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ ലൊക്കേഷൻ്റെ അകത്തോട്ട് പോവുകയാണ്. അങ്ങോട്ട് വീഡിയോ ഇല്ല, ബാക്കി നമ്മൾ ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. ഞങ്ങൾ ലൊക്കേഷനിൽ നിന്ന് ഇറങ്ങി നമ്മളെ റൂമിനടുത്ത് എത്താറായി കേട്ടോ. അവിടെ ഒരു ക്ഷേത്രത്തിൽ എന്തോ ഉത്സവമാണ്, അവിടെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. തുള്ളലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൾക്കാരെല്ലാം പെട്ടെന്ന് അങ്ങോട്ട് പോയി നോക്കുന്നുണ്ട് കേട്ടോ. എന്തോ അവിടെ സംഭവിച്ചു. അത് സെറ്റ് ചെയ്യണോ? നാളെ അതിൻ്റെ അവശിഷ്ടങ്ങൾ വെളിയിൽ നിന്ന് കിട്ടും. ക്യാമറ ഓൺ കണ്ടില്ലേ? ಚಪ್ಪಲ್ ಸರ್ ಒಳಗಡೆ ಇಟ್ಬಿಡಿ. ಎಲ್ಲ ಸೈಡಲ್ಲಿ. ಹಾಂ ಸೈಡ್. ಯಾಕೆಂದರೆ ಈ ನಾಯಿಗಳು ಸೈಡು ಇದು ಓಪನ್ ಮಾಡಿಬೇಕು. ಓ ಅದು ತುറന്ന് അതിൻ്റെ അകത്ത് വെക്കാന്ത്ര ಹೀಗೆ. ಆಚೆ ಎಲ್ಲಾದರೂ ಮೇಲೆ ಇದೆ ಖಾಲಿ. നമ്മളെല്ലാവരും ഷൂട്ടൊക്കെ കഴിഞ്ഞ് റൂമിൽ വന്നു കേട്ടോ. റൂമിൽ വന്ന് നമ്മൾ കുറച്ചൊരു ഫ്രണ്ടിലോട്ട് പോയി. ഫുഡിൻ്റെ കാര്യം തിരക്കാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിൽ ചെന്ന് നോക്കിയപ്പം ഒരു മാറായ കാഴ്ച. ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ എന്തിനാണെന്നുള്ളത്. നമ്മൾ കയറി വന്നപ്പം നമ്മളെ കടിച്ച് പറിക്കാൻ നിന്നവരാണ്. അവരെയൊക്കെ താൻ മെരുക്കിയെടുത്ത്. അല്ലേ അനീഷ്, നീ കാണിച്ചാണ്ടാ അത്? എന്റെ പൊന്നി. നമ്മളെ അവിടെ നിന്ന് വന്ന സമയത്ത് ഇവരെല്ലാരും നമ്മളെ കടിച്ച് പറിക്കാനായിട്ട് എല്ലാവരും കൂടെ കൂട്ടം കൂടി വന്നതാണ്. എടാ അനീഷ്, നിന്നെ ഇനി വിടൂല. ആ അങ്ങനെ നിന്നോ. വീഡിയോ എടുക്കുന്നുണ്ട്, പക്ഷെ ഇത് വേറെ രീതിയിലുള്ള വീഡിയോ. അതൊന്ന് പോസ് ചെയ്യുന്നു പട്ടി. നമ്മളെല്ലാരും പോണേ. എന്നാ ശരി. എന്നാ
കപ്പത്തൊന്നുമില്ല, അവരെ അറിയാം. അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് ഫുഡ് വരും. ഫുഡും കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങണം. നമ്മളാ ഫുഡ് വന്നു കേട്ടാ, എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. അളയാ തുറന്നളയാ എന്തേലും അത് മതി, അത് മതി. ചപ്പാത്തി ആന്തരളയാ, ചപ്പാത്തിയും അവിയല്. ഇത് കുറുമയാണല്ലേ നമ്മളെ തേച്ച് ഗെയ്സ് ചേച്ചാ. മെഡിക്കൽ ഓ ഒരു മുട്ട 1 2 3 4 5 നാളെ വരെ 5 ശരിയാണല്ലോ. അടുത്ത നോക്കാം. ഈ പുള്ളിയുള്ള അതിനോട് രസം മൊത്തം പിടിച്ചു. രസമല്ലടാ, അത് കഞ്ഞിയായിരിക്കും അടിയിൽ, ഗ്രേവിയാണ്. സാമ്പാർ കൈ കഴുകി വെള്ളം. അത് പൊക്കിയാൻ ആ ചോറ്. ഓക്കെ ഓക്കെ, സെറ്റ് 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 സെറ്റ്. വൈ 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 അപ്പൊ നമുക്ക് തുടങ്ങിയല്ലോ. നമ്മളത് തീർക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നാളത്തെ വിശേഷങ്ങൾ നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ വരാം. പനീഷേ ഒരു ടാറ്റ പറയേ. ടാറ്റ, ഒരു ടാറ്റ പറയേ. ഹലോ ടാറ്റ. എല്ലാം പറയിക്കോ ശരി, ടാറ്റ. എന്താ ഭംഗി